26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ കേന്ദ്രത്തെ വിമർശിച്ച് പ്രതിപക്ഷം. പാകിസ്ഥാനെതിരായ പ്രതികാര നടപടികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും യോഗം വിളിച്ചു ചേർത്തത്. ഇന്നോളം ഇന്ത്യ കൈക്കൊള്ളാത്ത പ്രതികാര നടപടികളാണ് പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. പാകിസ്ഥാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. പാകിസ്ഥാനിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഇന്ത്യ തിരികെ വിളിച്ചു. 65 വർഷങ്ങൾക്കിപ്പുറം സിന്ധു നദീജല കരാറും മരവിപ്പിച്ചു. ഇന്ത്യയിലുള്ള പാക് ഹൈക്കമ്മീഷനിലെ പാക് ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കി. വാഗ അട്ടാരി അതിർത്തി വൈകാതെ അടച്ചുപൂട്ടുകയും ഇന്ത്യയിലുള്ള പാക് പൌരന്മാരോട് രാജ്യം വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ആക്രമണം നടന്ന പഹൽഗാമിനടുത്തുള്ള ബൈസനിൽ സുരക്ഷാസേനയുടെ അഭാവം യോഗത്തിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. സുരക്ഷയിലുണ്ടായ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യം മല്ലികാർജ്ജുൻ ഖാർഗെയും ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗും അടക്കമുള്ളവർ ആവർത്തിച്ചു. ആക്രമണം നടന്ന സ്ഥലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പ്രതിപക്ഷം ചോദിച്ചു. ജൂണിൽ ആരംഭിക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് മുന്നോടിയായി ബൈസരൻ മേഖലയിൽ സ്ഥിരം സുരക്ഷ കർശനമാക്കാറുണ്ടെന്ന് സർക്കാർ പറഞ്ഞു. അപ്പോഴാണ് പാത ഔദ്യോഗികമായി തുറക്കുന്നതെന്നും അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്കുള്ള യാത്രാമധ്യേ ബൈസരനിൽ വിശ്രമിക്കുന്ന തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാസേനയെ വിന്യസിക്കുന്നതെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു. എന്നാൽ തീർത്ഥാടന സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ടൂർ ഓപ്പറേറ്റർമാർ വിനോദസഞ്ചാരികളെ മേഖലയിലേക്ക് കൊണ്ടുപോയിരുന്നുവെന്നാണ് കേന്ദ്രം പറയുന്നത്. വിനോദസഞ്ചാര സന്ദർശനങ്ങൾ നേരത്തെ ആരംഭിക്കുന്നതിനെക്കുറിച്ച് പ്രാദേശിക ഭരണകൂടത്തെ അറിയിച്ചിട്ടില്ലെന്നും അതിനാൽ സൈനിക വിന്യാസം നടന്നിട്ടില്ലെന്നും യോഗത്തിൽ സർക്കാർ പ്രതിനിധികൾ ആവർത്തിച്ചു. അതോടൊപ്പം ഇന്ത്യയ്ക്ക് സംഭരണശേഷി കുറവാണെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്രം സിന്ധു നദീജല കരാർ നിർത്തിവെച്ചു എന്ന പ്രതിപക്ഷം ചോദ്യം ഉന്നയിച്ചു. ഈ നീക്കം കർശന നടപടി സ്വീകരിക്കുമെന്ന സർക്കാരിന്റെ ഉദ്ദേശം കാണിക്കുന്നതിനായാണെന്നായിരുന്നു ഭരണകൂടത്തിന്റെ മറുപടി. നിലവിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു അവലോകനത്തോടെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യോഗം ആരംഭിച്ചത്. യോഗത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരെ കൂടാതെ JP നദ്ദ, സുപ്രിയ സുലെ, പ്രഫുൽ പട്ടേൽ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.